മനസ്സിൽ മൊത്തം ഇതല്ല ലാലേട്ടൻ വരും തെറ്റിക്കോ എന്ത് ചെയ്യും മനസ്സിലിങ്ങനെ പെടപെടാന്നടിക്കുക. ആദ്യത്തെ ഷോട്ടിന് കണ്ടപ്പോൾ എങ്ങനെയാണ് Shraddha Gogul is an actor, dancer, doctor and a good human being. Then your relationship status. വേറൊന്നും ചോദിക്കാൻ. One secret about you. പിന്നെ സീക്രട്ട് ആവോ അത്? എന്നെ കണ്ടിട്ട് ഭയങ്കര പാവമായിട്ട് തോന്നില്ലേ? ദേഷ്യം വരും തോന്നുന്നുണ്ടോ? Your comfort zone. അമ്മ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല. എത്ര മണിക്ക് എണീക്കും? ഞാനൊരു എന്നെ ഉറക്കാൻ വിട്ടാൽ ഞാൻ നന്നായി ഉറങ്ങും. ലാലേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. പിന്നെ തമാശ കളി എന്നെ കളിയാക്കല് പലരും ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ സെറ്റ് വെച്ച് കളിയാക്കും അങ്ങനെ നല്ല രസം ഭയങ്കര രസം. പക്ഷെ ഭയങ്കര കുട്ടിത്തം. യെസ് അതാണ്. Okay, then your comfort zone. കംഫർട്ട് സോൺ ആസ് ഇൻ പേഴ്സൺ Person. അമ്മ Amma. അമ്മ യാ ഫസ്റ്റ് വരുന്ന അമ്മയാ. കാരണം സിംഗിൾ ചൈൽഡ് അല്ലേ, അപ്പോൾ ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത് അമ്മയായിട്ടാണ്. കംഫർട്ട് സോൺ ഇപ്പൊ വേറെ കുറെ കംഫർട്ട് സോൺസ് ഉണ്ട്. ഫസ്റ്റ് കംഫർട്ട് സോൺ അമ്മ തന്നെയാണ്. ഓക്കെ. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് പേരന്റ്? അയ്യോ അല്ല, ഭയങ്കര പാവം. ഒട്ടും സ്ട്രിക്റ്റ് അല്ല. അതിന്റെ പ്രശ്നങ്ങൾ. Okay. Okay, then next question. Like one thing that you love about acting. As an actor, ഈ ഒരു ആക്ടിങ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം? നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നമുക്ക് കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ ഈ ലാലേട്ടനെ പോലത്തെ ലെജൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റും. അവരുടെ മുഖത്ത് വരുന്ന മാജിക്കൽ എക്സ്പ്രഷൻസ് നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ആ ക്രാഫ്റ്റ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങിയത് ഇപ്പം തന്നെയാണ്. പണ്ടൊന്നും എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ശരിക്കും ഐ ഹാവ് സ്റ്റാർട്ടഡ് ലവിങ് ഈ ക്രാഫ്റ്റ്. ശരിക്കും ഒരു ആക്ടറിന് എന്തൊക്കെ പ്രിവിലേജ് അല്ലേ ഞാൻ ആലോചിക്കും അല്ലേ ശരിക്കും. ഞാൻ പറയും ഇപ്പോൾ എന്നോടൊരു മാം പറഞ്ഞു ഡോക്ടറിന് കിട്ടാത്തതാണ് ആക്ടറിന് കിട്ടുക. ഞാൻ അങ്ങനെ പറയരുത് മാഡം, ഡോക്ടർ എന്ന് പറയുമ്പോൾ അല്ലേ അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല മാം, ലൈക്ക് ഡോക്ടർ എന്ന് പറയുമ്പോൾ അതൊരു സർവീസ് ആണ് അല്ലേ, ആൾക്കാരെ സേവനം ചെയ്യാൻ നിൽക്കുന്നതാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു വില ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പം ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളുടെ പൊട്ടൻഷ്യലും കുറേ ആൾക്കാരെ പരിചയപ്പെടാനും കുറേ ലെജൻഡറി ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും അങ്ങനെ കുറേ എക്സ്പീരിയൻസ്. ആ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഒരു മെസ്റ്റ്. യെസ് ശരിക്കും ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണല്ലോ എഴുതി സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത്. എല്ലാവരുടെയും നമ്മുടെ ജീവിത കഥകൾ. അപ്പോൾ ആ കഥയിലൂടെ പോവാന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. ഞാൻ എഴുതി വെക്കുന്ന ക്വസ്റ്റ്യൻ നേരത്തെ അറിയാൻ പറ്റുന്നത് അടുത്ത ഞാൻ ചോദിക്കാൻ വരുന്ന സാധനങ്ങളോട് ബന്ധപ്പെട്ട ഉത്തരങ്ങളായിരിക്കും എനിക്ക് തൊട്ട് മുന്നേ തന്നുകൊണ്ടിരിക്കുന്നത്. കണക്ഷൻ സെറ്റായി നമ്മൾ. അത് ഞാൻ ചോദിക്കാൻ വരുന്നത് ലൈക്ക് ഇതുവരെയുള്ള ശ്രദ്ധയുടെ ലൈഫ് ലൈക്ക് ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു സീരീസ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും പേരോ? ലിറ്റിൽ കിഡ് ചേസിങ് ഹർ ഡ്രീംസ്. ലിറ്റിൽ കിഡ് ചേസിങ് ഹർ ഡ്രീംസ് എന്താ പറയുക അങ്ങനെയൊക്കെയുള്ളൂ. ശരിക്കും ഐ ആം ചേസിങ് മൈ ഡ്രീംസ്. അപ്പോൾ അതിന് പേരിടാനൊന്നും എനിക്കറിയില്ല. പക്ഷേ യെസ് ലിറ്ററലി ഇപ്പോൾ ലിവിങ് മൈ ഡ്രീം എന്ന് പറയാം. ഐ ഹാവ് സ്റ്റാർട്ടഡ് ലിവിങ് മൈ ഡ്രീം. ഓക്കെ, അത് കൊള്ളാം. ഓക്കെ, വൺ സീക്രട്ട് അബൌട്ട് യു. ഞങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു സീക്രട്ട് ആവോ അത്? പറഞ്ഞ സീക്രട്ട് നമ്മളൊന്നും സീക്രട്ട് അല്ലാതാക്കുന്നു. സീക്രട്ട് അബൌട്ട് യു പറ കേൾക്കട്ടെ. എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഭയങ്കര ഒരു രഹസ്യം പറയാനുള്ളതല്ല. നമുക്കിപ്പോൾ അറിയാം ലൈക്ക് ഡാൻസറാണ്, ആക്ട്രസ് ആണ്. അപ്പം കുറെ കാര്യങ്ങൾ ശ്രദ്ധയെ പറ്റി നമുക്കറിയാം. ഞങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം, കഴിവുകൾ വേറെ ഒന്നും ഹിഡൻ ടാലന്റ് എന്ത് വേണേലും. എന്നെ പാട്ട് പഠിപ്പിക്കാനൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പാതി വെച്ചിട്ട് ഇറങ്ങി പോയെന്ന് ഇരുന്നിങ്ങനെ ഈ പരിപാടി നടക്കുന്നില്ല എന്ന്. പക്ഷെ അതിനൊക്കെ കുറച്ച് നല്ല ക്ഷമയും നല്ല കഴിവും വേണം. എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പോന്നു. പിന്നെന്താ ഹിഡൻ സീക്രട്ട് എന്താ? എന്നെ കണ്ടിട്ട് ഭയങ്കര പാവമായിട്ട് തോന്നില്ലേ? ദേഷ്യം വരും തോന്നുന്നുണ്ടോ? ഇല്ല, ദേഷ്യം വരുമായിരിക്കും ഭയങ്കരമായിട്ട്. ഷോർട്ട് ടെമ്പർ. ഭയങ്കര ഇമോഷണൽ സാധനമാണ് ഞാൻ. ഭയങ്കര ഇമോഷണൽ ബീങ്. സങ്കടം വന്നാൽ പടപടേന്ന് സങ്കടം വരും. പക്ഷെ ദേഷ്യം വന്നാൽ ആ ഒരു സെക്കൻഡത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേനും ഞാൻ ഭയങ്കര എങ്ങനെയാ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത്? എങ്ങനെയാ? വലിച്ചെറിയ വൃത്തിയായിട്ട് പരിപാടിയൊന്നുമില്ല, വലിച്ചെറിയൊന്നുമില്ല. ഞാൻ എന്താ ഐസൊലേറ്റ് ചെയ്യും. ഒരു സംഭവം അതാ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര പാടാണ്. ഞാൻ എന്താന്ന് വെച്ചാ ഫുൾ എല്ലാം ഓഫ് ചെയ്ത് അപ്പൊ ആർക്കും കണക്ഷൻ കിട്ടാൻ
ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മറ്റേ ഇറിറ്റേറ്റ് ചെയ്ത് അവർക്ക് ഒന്നും വൃത്തികെട്ടൊരു സ്വഭാവം. റീച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അതെന്റെ വൃത്തികെട്ട സ്വഭാവം എന്ന് എനിക്കറിയാം, ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സാധനം എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. ഇങ്ങനെ ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ സങ്കടം വന്നാലും ഭയങ്കര സഹിക്കാൻ പറ്റാത്ത സങ്കടം വന്നാലും ഞാൻ ഐസൊലേറ്റ് ചെയ്തിട്ട് ഫുൾ കണക്ഷൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓക്കെ ആ ഒരു സാധനമുണ്ട്. ഒരു സീക്രട്ട് കിട്ടിയില്ലേ? കിട്ടി, ഇപ്പൊ റെഡിയൊക്കെ കിട്ടി. വൺ തിങ് ദാറ്റ് മേക്ക് യു ഹാപ്പി, ഇൻസ്റ്റന്റ്ലി ഹാപ്പി. ഇൻസ്റ്റന്റ്ലി ഹാപ്പി ഫുഡ്. ഫുഡിയാണോ? ഫുഡി അല്ല, പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് കിട്ടും. ആ സാധനമുണ്ട്. ഈ തൈർസാദൊക്കെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. യെസ് യെസ്. വേറെ ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് എന്താ? വേറെ ഒന്നുമില്ല. ഡാൻസ് ചെയ്യുമ്പോൾ കിട്ടും. പ്രത്യേകിച്ച് ഒരു സങ്കടം വന്നിരിക്കുകയാണെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോൾ മൂഡ് ഭയങ്കരമായിട്ട് എലിവേറ്റ് ആവും. ഓക്കെ. ലൈക്ക് യുവർ ഹോബീസ്? മൈ ഹോബീസ് ഇസ് ലൈക്ക് ഡാൻസിങ്. ഡാൻസിങ് ഇസ് നോട്ട് ഹോബി ആക്ച്വലി, അത് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെന്താ ഹോബി? പാട്ട്, വെറുതെ ഇരുന്ന് പാട്ട് കേൾക്കുക. എനിക്ക് അങ്ങനത്തെ എൻ്റെ മീ ടൈം എന്നൊക്കെ പറയില്ലേ, എൻ്റെ സമയം, മൈ ടൈം, ആ സാധനം എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞ ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. ചില സമയങ്ങളിൽ ഇങ്ങനെ സോഷ്യൽ ബീങ് ആണ്, ബട്ട് സ്റ്റിൽ ചില സമയത്ത് വെറുതെ മീ ടൈം വെറുതെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ മാത്രം മൈ ഉള്ളി അങ്ങനെ ആ സാധനം എൻജോയ് ചെയ്യുന്ന ആളാണ്. യെസ് യെസ്. ഓക്കെ. ലൈക്ക് സ്കൂളിലോ കോളേജിലോ ചെയ്തിട്ടുള്ള ഒരു വിയേർഡ് ആക്ടിവിറ്റി? എന്തെങ്കിലും കുരുത്തക്കേടോ എന്തെങ്കിലൊക്കെ ഒരു സാധനം? അങ്ങനെ കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല ഞാൻ. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പോഴത്തെ പോലെ അല്ലായിരുന്നു പണ്ട്. ഞാൻ ഭയങ്കര പാവമായിരുന്നു. എപ്പോ തൊട്ടാണ് ക്യാരക്ടർ ചേഞ്ച്? മെഡിസിൻ പഠിക്കാൻ പോയ ശേഷം തോന്നുന്നു. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് പണ്ട് എനിക്കൊരു കടയിൽ പോകാൻ തന്നെ പേടിയായിരുന്നു. ഒരു കടയിൽ പോയിട്ട് ഇന്ന ചേട്ടാ ഇന്ന സാധനം തരൂ എന്ന് പറയില്ലേ, ആ സാധനം ഞാൻ ചിന്തിക്കും എന്താ പറയണ്ടേ. അപ്പൊ ആ ഒരു എന്താ പറയണ്ടേ, എങ്ങനെ അവർക്ക് പ്രാക്ടീസ് ചെയ്തൊക്കെ പോകില്ലേ, ഇന്ന തരൂ അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടി. ആ സാധനം എനിക്ക് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇങ്ങനെ തിരിച്ച് ചോദിക്കും, ചേട്ടൻ ഒരു 2 രൂപയൊക്കെ ചോദിച്ചാൽ ചേട്ടൻ ചേട്ടൻ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ആ സാധനം സത്യം. പിന്നെ ഞാൻ അതിങ്ങനെ ചോദിക്കുമ്പോ എല്ലാരും കാണുമല്ലേ, സെയിം സാധനം എനിക്കുണ്ടായിരുന്നു. ഞാൻ പതുക്കെ ഞാൻ പഠിക്കാൻ പോയ ശേഷമാണ് അതൊക്കെ മാറി തുടങ്ങിയതും. കുറച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു ഞാൻ. പഠിച്ച ശേഷമാണ് എനിക്ക് തോന്നുന്നു കുറച്ച് കോൺഫിഡൻസ് വന്നത്, ബിൽഡ് ചെയ്തത്. ഓക്കെ. ലൈക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലാണ്. ശ്രദ്ധ ഗോഖലെ ഈസ് ആൻ ആക്ടർ, ഡാൻസർ, ഡോക്ടർ ആൻഡ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. നമ്മുടെ ക്യാമറമാനൊക്കെ ചിരിക്കുന്നു. അല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഫസ്റ്റ് ആവേണ്ടത് എന്താ, നല്ല മനുഷ്യൻ. ആ സംഭവം ഞാൻ എപ്പോഴും, നമ്മളായാലും നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. ആ സാധനം എപ്പോഴും ഞാൻ കൊണ്ട് നടക്കുന്നത്. ഞാൻ അറിയാണ്ട് ഹേർട്ടാവും എനിക്കറിയില്ല, പക്ഷെ അറിയാതെ നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. എന്താ ഏറ്റവും ശ്രദ്ധ പെട്ടെന്ന് ഹേർട്ട് ആവപ്പെടുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഫ്രം ദ ലൈക്ക് സറൗണ്ടിങ് ഹ്യൂമൻസിനോടൊക്കെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം? നമുക്കറിയാലോ നമ്മുടെ വീക്ക് പോയിന്റ് ആണിത്, നമുക്ക് തോന്നുന്ന പോലത്തെ. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ വിഷമം വരും. കാരണം എല്ലാവരും മനസ്സിലാക്കണം എന്നില്ല, പക്ഷെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഒരു സങ്കടം വരാറുണ്ട്. പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പോകാറില്ല. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ പിന്നെ പണ്ടൊക്കെ എല്ലാവരും പറയും ഭയങ്കര അഹങ്കാരിയാണ്. പിന്നെ ഞാൻ ദൈവം എന്നെ നിനക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ എല്ലാവർക്കും ആ ഒരു സാധനം വരും, ഈ കുട്ടി സംസാരിക്കില്ല, ജാടയുണ്ട് അഹങ്കാരം ഉണ്ടെന്ന് പറയുന്ന ഒരു കാറ്റഗറി അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അല്ല, അന്ന് അങ്ങനെ പറയായിരുന്നു. കാരണം സംസാരിക്കില്ലല്ലോ, അപ്പൊ എല്ലാരും വിചാരിക്കും അഹങ്കാരം, സംസാരിക്കാറിയില്ല, അതുകൊണ്ടാണ്. എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി മിണ്ടാൻ. അതെ, ആ ഒരു സാധനമായിരുന്നു. ഇങ്ങോട്ട് മിണ്ടിയാൽ നമ്മൾ കണക്റ്റഡ് ആയിക്കോളൂ. ഇങ്ങോട്ട് മിണ്ടിയാല് പതുക്കെ മിണ്ടി ഞാൻ കംഫർട്ടബിൾ ആവും. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല കേട്ടോ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കും. പണ്ട് അതിന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, എന്നെ എന്തോ ഒന്ന് ബാക്കിലേക്ക് വലിക്കുന്ന പോലൊരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ. ഇത് okay, your bad habit that you want to change, like anything habit എന്നുള്ളതല്ല, anything that you want to change? ഷോർട്ട് ടെമ്പറമെന്റ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുന്നുണ്ടോ ചേഞ്ച് ചെയ്യാൻ? ദേഷ്യം പതുക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സെൽഫ് ക്രിറ്റിസിസം, ആ സാധനം കുറച്ച് കൂടുതലാന്ന് തോന്നാറുണ്ട് ഇടയ്ക്ക്. മൈന്യൂട്ട് സാധനങ്ങൾ പിടിച്ചിട്ട് ഞാൻ തന്നെ വിഷമിക്കും. ചെയ്യാമായിരുന്നു ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കും. പക്ഷെ അപ്പുറത്താക്ക് അത് ഇഷ്ടമായിണ്ടാവും. പക്ഷെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കി ഓരോന്ന് അത് കുറച്ച് അത് കൂടിയ പ്രശ്നമാണ്. നമ്മൾ അങ്ങനെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് കാര്യമില്ല. ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ നോക്കി കഴിഞ്ഞാൽ അതെ, ആ ഫ്ലോയിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. നമ്മളെ കഴിയുമ്പോൾ കൊടുക്കുക, അത്ര തന്നെ. ദൃശ്യം കണ്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ തോന്നിയോ ഏതെങ്കിലും സീനോ എക്സ്പ്രഷൻ എന്തെങ്കിലും തോന്നി?
അതൊക്കെ തോന്നും എനിക്ക്. അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് തോന്നും. ആദ്യത്തെ ഏതൊരു സീൻ എടുത്തിട്ട് ഞാൻ അമ്മയോട് തോന്നി, അമ്മ എന്തൊരു മോശമായിട്ടാണ് ഞാൻ ചെയ്തത്, എനിക്ക് തോന്നില്ല ശരിയായിരുന്നു. അങ്ങനെ ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ആ സാധനം വരും. പിന്നെ അത് സ്ക്രീനിൽ കണ്ടപ്പോ എനിക്ക് തോന്നാ കുഴപ്പമില്ല, നൈസായിരുന്നു തോന്നി. ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. അത് പതുക്കെ പതുക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് തിങ് ലൈക്ക് ഇൻ യുവർ ഡേ, ഇപ്പോൾ പുറത്ത് പോവാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു ഡെയിലി മേക്കപ്പ് റൊട്ടീനിലൊക്കെ പറയുന്നതാണെങ്കിൽ അതിലൊരു 2 തിങ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല, മേക്കപ്പ് ഐറ്റംസ്. മസ്കാര. വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ മസ്കാര ഇട്ടിട്ട് പോകും. ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു ലിപ് ബാം എങ്കിലും എന്തെങ്കിലും, ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്, പിന്നെ മസ്കാര. വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇത് രണ്ടും. ചിലവർ പറയും മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇടും. പക്ഷേ ഈ 2 സാധനം ഓർത്തിരിക്കും. മസ്കാരയും ലിപ്സ്റ്റിക്കും. നല്ല മസ്കാര സജസ്റ്റ് ചെയ്തിട്ട് പോണേ. ഓക്കെ. ദെൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? ഡേ ഇൻ മൈ ലൈഫ് ഇന്റേൺഷിപ്പ് സമയത്ത് ഡേ ഇൻ മൈ ലൈഫ് ഇസ് ഹോസ്പിറ്റലിൽ അല്ലാണ്ടാണെങ്കിൽ ലൈക്ക് മോർണിംഗ് പേഴ്സൺ അല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാവിലെ പതുക്കെ എഴുന്നേക്ക്. ഞാൻ ഭയങ്കര സ്ലോ പേഴ്സൺ ആട്ടോ, അതിൻ്റെ പ്രശ്നങ്ങളും എനിക്കുണ്ട്. എനിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ആടി അപ്പൊ അമ്മ പറയും ഇത് എന്തോന്നാ ഇങ്ങനെ, ഭയങ്കര സമയം എടുക്കും ഞാൻ. അതുകൊണ്ട് എവിടെയും ഞാൻ കറക്റ്റ് സമയത്ത് എത്താറില്ലാത്ത പ്രശ്നമുണ്ട്. അതുകൊണ്ട് വീട്ടുകാരാണ് എടുക്കിറങ്ങിറങ്ങുന്ന 2 മണിക്ക് വരാൻ പറഞ്ഞു, 1:50 കണ്ടോ മാറി വരുന്നില്ലേ, മാറി വരുന്നു. അച്ഛനമ്മയും കൂടില്ലായിരുന്നു, അതിന്റെയാണ് മാറ്റം. അപ്പൊ ആ ഒരു സ്ലോ പേഴ്സൺ ആണ്. രാവിലെ എണീക്കുന്നു, എന്താ പറയാ, എന്റെ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്റേൺഷിപ്പ് കഴിയാനായി. അപ്പൊ ആ സമയത്താണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എണീക്കുന്നു, ഞാൻ എവിടെയെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഹാങ് ഔട്ട് ചെയ്യാൻ പോകും. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും, ആ സാധനമാണ് ചിന്തിക്കാനുള്ളത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ആക്റ്റീവ് ആകണം എന്ന് ആഗ്രഹിച്ച ഒരാളും അല്ല ഞാൻ. പക്ഷെ എന്താ പറയാ, ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇപ്പൊ അതൊക്കെ ചിന്തിക്കും, എന്തിനി അടുത്തിടണ്ടേ, എന്താ ചെയ്യണ്ടേ. അതെ അതെ. പിന്നെ ഓഡിഷൻ കോൾസ് ഉണ്ടോ, ഇതൊക്കെ നോക്കും. ഇപ്പൊ പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഓഡിഷൻ കോൾസ് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. പരിപാടിയൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോസ് ആണോ സെൻഡ് ചെയ്യുന്നത്, ഓഡിഷൻ ആണോ? അല്ല, ഓഡിഷൻ കോൾസിൽ നമുക്ക് ഇപ്പൊ ഇതാണല്ലോ, ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ പോയിട്ട് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാം. അതെ അതെ, പോയിട്ട് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാം. അല്ലാതെ അങ്ങനെയുള്ളൂ തോന്നുന്നു. പിന്നെ വാട്സാപ്പിലും അയക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ട്, ഫോട്ടോസും പെർഫോമൻസ് വീഡിയോ അങ്ങനെ വരാം. അപ്പം അതും ഇപ്പൊ നോക്കുന്നുണ്ട്. പിന്നെന്താ, കുറച്ചു നേരം വീട്ടുകാരായിട്ടിരുന്ന് സംസാരിക്കും. ഇത്രയൊക്കെ തന്നെ ഒരു നോർമൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ. വേറെ സെപ്പറേറ്റ് റൂട്ടീൻ. പിന്നെ ഡാൻസ് എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം, വീണ്ടും കണ്ടിന്യൂ അതിനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. പക്ഷെ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് പഠിക്കാൻ, കഥക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യും. കുറച്ച് സമയം എടുത്താലും അത് ചെയ്യും. ലേറ്റ് നൈറ്റ് ഒക്കെ വരെ സ്റ്റേ ചെയ്യോ, നേരത്തെ ഉറങ്ങി അങ്ങനെയൊക്കെ ഉണ്ടോ? ലേറ്റ് നൈറ്റ് പറഞ്ഞാൽ ഫോണിൽ കുത്തി അതെ, ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഇതായി തുടങ്ങും. പണ്ടൊക്കെ ഞാൻ 2-3 മണിയെല്ലാം എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 11-11:30 ഒക്കെ ആകുമ്പോഴത്തേനും തന്നെ അത് പഠിക്കുന്ന സമയം ഉറക്കമില്ലായിരുന്നു. പിന്നെ രാവിലെ 6 മണി 7 മണി വരെ ഇങ്ങനെ കണ്ണു പിടിച്ചിരിക്കും. ഇപ്പൊ പക്ഷെ 11 ഒക്കെ മാക്സിമം തോന്നുന്നു. 11 ഒക്കെ ആകുമ്പോൾ ഞാൻ ഉറങ്ങും. മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഇൻ യുവർ ഫോൺ? കൂടുതലൊന്നും ചോദിക്കേണ്ട, ഇൻസ്റ്റഗ്രാം. ഓക്കെ. ദെൻ നമുക്കിനി കമ്മിങ് ടു ദൃശ്യം വിശേഷം. നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞിട്ടാ? കഴിഞ്ഞു. ഭാഗ്യം. ഞാൻ വലിയ ബുദ്ധിമുട്ടൊന്നും. ഓക്കെ. ദെൻ ടു നമ്മുടെ ദൃശ്യത്തിലേക്ക് വരാം. ഇങ്ങനെ ഞാൻ കണ്ടു, പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ലാലേട്ടനെ ആദ്യം കണ്ടപ്പം വിറച്ചു, ടെൻഷനായി. നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വരെ നോക്കിയിട്ടായിരിക്കുന്നത്. ആ ഡോർ കയറി വരുമ്പോൾ ഞാൻ ഇൻസ്റ്റ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്കായിട്ടൊന്ന് പറഞ്ഞു തരും, എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൂടെ ഉള്ള? എൻ്റെ ഫസ്റ്റ് ലാലേട്ടനായിട്ടുള്ള സീൻ്റെ കാര്യമല്ലേ ചോദിക്കുന്നത്? ലാലേട്ടനായിട്ട് ഫസ്റ്റ് സിനിമയിൽ കാണുന്ന സീനല്ല ആദ്യം എടുത്തത് എൻ്റെ വീട്ടിലുള്ള ഒരു സീനാണ് എടുത്തത്. അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സീൻ എടുത്തത്. അപ്പോൾ അന്ന് രാവിലെ എനിക്ക് അന്ന് രാവിലെ എല്ലാവരും ഭയങ്കര ചാട്ടവും ഓട്ടവും ഒക്കെ. ലാലേട്ടൻ ഇത്ര സമയത്ത് ഒരു സമയത്ത് വരാം, 10 ആണെന്നോ എനിക്കറിയില്ല, ആ സമയത്ത് എന്താ വരാം. അതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും റെഡിയായി, എല്ലാവരും ഇങ്ങനെ ഇരിക്കുക ക്യാരവാനിൽ. അപ്പോൾ ലാലേട്ടൻ വന്നു പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ, എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്, ഞാനിങ്ങനെ വായിക്കാനകത്ത് എനിക്ക് ഇച്ചിരി ഡയലോഗുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വായിച്ച് പഠിക്കുക. എന്റെ മനസ്സിൽ മൊത്തം ഇതല്ല, ലാലേട്ടൻ വരും, തെറ്റിക്കോ, എന്ത് ചെയ്യും, ആ സാധനം മൊത്തം ഇങ്ങനെ എന്ത് വിചാരിക്കും, ആ സാധനം പണ്ടത്തെ ശ്രദ്ധ ഉണർന്നു, എന്ത് വിചാരിക്കും, സാർ എന്ത് പറയും, ആ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പേടിയുണ്ടായിരുന്നു അന്നത്തെ ദിവസം.
ഓണസ്റ്റ്ലി ഭയങ്കര പേടിച്ചിട്ടാണ് പോയത്. ആൻഷ്യസ് ആയിട്ടാണ് അവിടെ പോയത്. പക്ഷേ ഒരു ഷോട്ട് ഞാൻ പറഞ്ഞ കൈയൊക്കെ വിറച്ചു. ആദ്യത്തെ ഷോട്ടിന് എണ്ണ ഇങ്ങനെ സത്യം ഇങ്ങനെ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. എനിക്കിങ്ങനെ തൊണ്ടൊക്കെ ഇടർന്ന് അങ്ങനത്തെ ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒബ്വിയസ് ആക്കിയില്ലെങ്കിൽ എന്റെ മനസ്സിലിങ്ങനെ പെടപെടാന്നടിക്കുക എന്താ ചെയ്യണ്ടേന്ന് അറിയാം. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിനെ അല്ലേ നമ്മുടെ മുന്നിൽ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പ്ലസ് ആൻസൈറ്റി ഉണ്ടായിരുന്നു. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനും പേടിയും. ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കണമെങ്കിലൊക്കെ നമ്മൾ എത്ര ടെൻഷൻ. അപ്പൊ ഒരാളോട് അഭിനയിക്കാന്നൊക്കെ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു അതുകൊണ്ട് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സെറ്റായി. ആ വിറയിലൊക്കെ മാറി. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. പിന്നെ ലാലേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. അങ്ങനെ പറയാം. ആ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ലാലേട്ടൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എവിടെ വീട് ആ സാധനമൊക്കെ ചോദിച്ചു തുടങ്ങി. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയി. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ ഷോട്ട്സിനെല്ലാം ഓക്കെ ആയിരുന്നു? ഇല്ല, പിന്നെ ഭയങ്കര ചില്ലായിരുന്നു. സെക്കൻഡ് ഷോട്ട്, അതായത് എൻ്റെ ഫസ്റ്റ് സീന് അതിൽ അത് പിന്നെ ഭയങ്കര ചില്ല. പിന്നെ തമാശ, കളി, എന്നെ കളിയാക്കല്. പലരും ഇങ്ങനെ എപ്പോഴും പറയാം ഇങ്ങനെ സെറ്റിൽ വെച്ച് കളിയാക്കും അങ്ങനെ. നല്ല രസം, ഭയങ്കര രസം. പക്ഷെ കുട്ടിത്തം അതാണ് ഭയങ്കര. പക്ഷെ അത് നമുക്ക് നല്ലതാ. കാരണം നമ്മളൊരു വലിയൊരാളുടെ മെച്ചുവർഡ് പേഴ്സൺ നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. നമ്മുടെ വൈബ് കിട്ടണില്ല നമുക്ക് തോന്നും. പക്ഷെ ഇത് എക്സാക്ട്ലി ദ സെയിം വൈബ് കണക്ട് ആകും. അതെ, ലാലേട്ടൻ അത്രയ്ക്കും വൈബ് തരുന്നൊരു ആക്ടറാണ്, ഒരു ഹ്യൂമൻ ബീങ് ആണ്. ഭയങ്കര ഭാവിയിൽ ഒരുപാട് ചാൻസസ് കിട്ടട്ടെ ലാലേട്ടനോട് അഭിനയിക്കാൻ. ബാക്കി ദൃശ്യം സെറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ബാക്കി വേറെ ആരൊക്കെയായിരുന്നു? ഇപ്പൊ കുറെ പേരുണ്ടല്ലോ. ഇപ്പൊ ബിജു മേനോൻ സാറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു. പക്ഷെ ഞാനിങ്ങനെ സിനിമ സ്പോയിലർ ആവുന്നതുകൊണ്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ആ ഫോട്ടോ കണ്ടു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്നു സെറ്റിൽ? കുറെ ടൈം എല്ലാവരും ഉണ്ടായിരുന്നു സെറ്റില്. ശരിക്കും എനിക്ക് കൂടുതൽ ലാലേട്ടനായിട്ട് 2 സീൻ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു, അങ്ങനെ പറയാനൊന്നുമില്ല. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ക്രൂവിന്റെ കാര്യം ഇത് തന്നെയായിരുന്നു വലതുവശത്തെ കള്ളനിലും. അപ്പൊ അവരായിട്ട് നേരത്തെ അറിയാന്നുള്ളതിന്റെ ഒരു കംഫർട്ട് സോൺ എനിക്ക് ഉണ്ടായിരുന്നു. ജിത്തു സാറായിട്ട് നേരത്തെ വർക്ക് ചെയ്തതിന്റെ ആദ്യത്തെ പടത്തിൽ ആ പേടി മാറി. നല്ല പേടിയായിരുന്നു എനിക്ക് ആദ്യത്തെ പടത്തിൽ. നല്ല വലതുവശത്തെ കള്ളൻ നല്ല പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും സാറ് പാവമാണ്, സാറ് ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം അറിയാന്നുള്ളതുകൊണ്ട് അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിലും ആ സീനിൽ എസ്തർ ഭയങ്കര ജോവിയലാണ്, ഭയങ്കര കമ്പനിയാണ്. അൻസിബ ആയാലും മീന മാം ആയാലും അവര് ഭയങ്കര കണക്റ്റഡ് ആണല്ലോ. ഒരു ന്യൂ കമ്മർ ആണല്ലോ ആ ഒരു ഫാമിലിയിലേക്ക്. അതെനിക്ക് തോന്നിയില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു വിയേർഡ് ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നിയില്ല ആ സമയത്ത്. എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവരുടെയൊക്കെ നടുക്ക് പോയി നിൽക്കുമ്പോൾ എന്തെങ്കിലും എന്തോ പോലെ തോന്നുമോ എനിക്ക്. അപ്പൊ പക്ഷെ ഇല്ല. അതെ. പക്ഷെ അവരെന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തു, അവരൊരു പാട്ടാക്കി. അതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്നു അവിടെ. എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു ഷൂട്ട്? അറൗണ്ട് എനിക്ക് ഒരു 6 ആണെന്ന് തോന്നുന്നു. 6 or 7 days. അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആ ഒരു ഹാങ് ഓവർ ആയിരിക്കത്തില്ലേ സിനിമ ഇറങ്ങുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ്പോൺ ആയി. ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്താണ്. കാരണം ദൃശ്യം പോലത്തെ ഒരു പടം ഭയങ്കര എക്സ്പെക്റ്റഡ് മൂവിയാണ്. അപ്പോൾ നമുക്ക് ഒന്നും പുറത്തും വിടാം, നമുക്ക് ആരോടും പറയാനും പറ്റില്ല. അതാ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ക്ലോസ് ഒരു സർക്കിൾ കുറച്ച് പേർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഞാൻ ദൃശ്യത്തിൽ അഭിനയിച്ചു. അപ്പൊ അവരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതെ, കുറെ എൻ്റെ മാഡും ഡോക്ടേഴ്സ് അവരൊക്കെ ഇങ്ങനെ ദൃശ്യത്തിലുണ്ടെന്ന് ഇരിക്കുകയായിരുന്നു. ഏതെങ്കിലും സീൻസ് ശ്രദ്ധയോടെ കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സീൻസോ എല്ലാം ഉണ്ട്. യെസ് എല്ലാം ഉണ്ട്. നമ്മുടെ ദൃശ്യത്തിന്റെ വിശേഷം കേൾക്കാൻ പറ്റി. അതുപോലെ തന്നെ പഴയ കുട്ടിച്ചാത്തനിലെ കഥയും എല്ലാം കേട്ടിട്ട് ഇപ്പൊ ശ്രദ്ധയെ കുറച്ചും കൂടെ ഭയങ്കര പേഴ്സണലി അറിയുന്ന പോലത്തെ ഒരു ഫീല്. ശ്രദ്ധ, ശ്രേയ, വർഷ, പല പല പേരുകളാണ് ഇപ്പൊ മനസ്സിൽ. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് പേരുകൾ നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ആവട്ടെ. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. ഡാൻസും അതുപോലെ തന്നെ നല്ലൊരു ഡാൻസറാണ്. നമുക്ക് അന്നത്തെ വീഡിയോസ് ആണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ ഓർത്തിരുന്ന മെസ്സേജ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഡാൻസ് ഒക്കെ ഫുൾ കംബാക്ക് വരുത്തണം. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് യുവർ പ്രൊഫഷൻ. അപ്പൊ എന്തായാലും എല്ലാത്തിനും ഒരുപാട് നല്ലൊരു ലൈഫ് മുന്നോട്ട് കിട്ടട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.